നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലാണ്. പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടിലെ വിസ്മയമാണ്. ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിലെ വിസ്മയമാണ് ഈ ക്ഷേത്രം. എൻ്റെ പുറകെ കാണുന്നതാണ് ക്ഷേത്രം. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ഘട്ട മിനുക്ക് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസം തന്നെ കാണാൻ സാധ്യതയുണ്ട്. വളരെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ക്ഷേത്രം കണ്ടു കേട്ടോ. ഇത്രയ്ക്ക് കൊത്തുപണികളും ദാരുശില്പങ്ങളാലും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ വിസ്മയം പറയാൻ കിടന്നു അതിൻ്റെ അപ്പുറത്ത് പറയാനില്ല. നമ്മുടെ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ വിസ്മയം തന്നെയായിരിക്കും ഈ മൂക്കുമ്പുഴ ദേവീക്ഷേത്രവും. എൻ്റെ പേര് വത്സൽ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ മൂക്കുമ്പുഴ ക്ഷേത്രം ഇന്ന് പണി ഏകദേശം പൂർത്തിയായി. മാർച്ച് മാസം 22-ാം തീയതി പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പ്രതിഷ്ഠാകർമ്മം ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ കൊണ്ടാണ് പ്രതിഷ്ഠാകർമ്മം നടത്തുന്നത്. അതോടൊപ്പം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം സാമ്പത്തിക ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 25 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. തേക്കും തടിയിലും കൃഷ്ണശിലയിലും മാത്രമാണ് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽ. അത് കേരളത്തിലെ ഇന്നത്തെ തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കൊത്തുപണികൾ ഒക്കെ തന്നെ വളരെ ഭംഗിയായി, ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ഇത്രയും വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന ചിലപ്പോൾ ശ്രീ മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിൽ മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് കോവിലകത്ത് നിന്നും ഈ ക്ഷേത്രം ഭഗവതി കടൽ മാർഗം സഞ്ചരിച്ച് പൊന്മന എന്ന് പറയുന്ന തീരപ്രദേശത്തെയും അവിടെ 5 മനകൾ കെട്ടി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ താമസിച്ചു വരികയും ആ സ്ഥലത്തിന് ഇന്ന് 5 മന എന്ന പേരാണുള്ളത്. ഇങ്ങനെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഈ ദേവിയെ വഹിച്ചുകൊണ്ട് ദേവിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല ദൈവിക ഭൂമി തിരക്കിയെത്തി അങ്ങനെ ഈ പണ്ടാരത്തുരുത്ത് പ്രദേശത്തെത്തുകയും അങ്ങനെ ദേവി ഇവിടെ കുടികൊള്ളുകയും ചെയ്യും. ഈ ദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കാണുന്ന അഷ്ടകോണോട് കൂടിയ ശിവലിംഗമാണ്. ശിവലിംഗത്തിലാണ് ദേവിയെ ആവാഹിച്ച് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ ശക്തിയും ശിവൻ്റെ ശക്തിയും കൂടിച്ചേരുന്ന ഒരു അത്യപൂർവമായ ശക്തിവിശേഷമുള്ള ദേവിയാണ് ശ്രീ മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിലെ ദേവി. 2016 നമ്മൾ ആരംഭിച്ച ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമാണ്. ഏകദേശം 8-9 വർഷക്കാലം 8 വർഷം കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത്. ഇടയ്ക്ക് 2 വർഷക്കാലം കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര നിർമ്മാണം നിലച്ചുകയുണ്ടായി. എന്നാലും ഇത്ര അധികം നമ്മുടെ ഇതിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം ഈ ക്ഷേത്രത്തിൽ നൽകിക്കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയധികം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, അമ്മയെ വിശ്വസിച്ച് വരുന്ന ഭക്തജനങ്ങളും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അത്തരം എല്ലാ വിഭാഗം ജനങ്ങളുടെയും നിസ്സീമമായ സഹകരണവും സഹായവും കൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇന്ന് ഈ നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശാലാകൂടത്തോടു കൂടിയ രൂപകൽപ്പനയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. ഒരുപക്ഷെ ഈ അടുത്ത പ്രദേശങ്ങളൊന്നും ശാലാകൂടത്തോടുള്ള ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ ചട്ടവട്ടങ്ങളും കൂട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്ര നിർമ്മാണം പുരോഗമിച്ചത്. ഈ നൂറ്റാണ്ടിൽ ഒരുപക്ഷെ ഋഷീശ്വരന്മാർ പണ്ടൊക്കെ നമ്മുടെ വലിയ ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ വൈക്കൻ ക്ഷേത്രം അതുപോലുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകളെടുത്ത് ദൈവികമായി കിട്ടിയ സിദ്ധി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ക്ഷേത്രം. പക്ഷേ ഇത്തരം ഒരു ക്ഷേത്രം ഈ
നൂറ്റാണ്ടിൽ നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഇത്രയൊരു വലിയ ക്ഷേത്രം നിർമ്മിച്ച് ഇത്രയധികം രൂപ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇനിയൊരു 1000 വർഷക്കാലത്തേക്ക് നമ്മുടെ ക്ഷേത്രത്തിന് ഒരു പുതിയ ക്ഷേത്ര നിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പുനരുദ്ധാരത്തിലേക്കോ പോകേണ്ടി വരത്തില്ല. അത്രയും ഭംഗിയായും നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമായി ഈ ക്ഷേത്രത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മഹത് ക്ഷേത്രമായി ഇത് വരും എന്നുള്ളതിന് തർക്കമില്ല. ഇപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളും ഒക്കെ കാണുവാൻ ഒട്ടനവധി ആളുകൾ ദൂരപ്രദേശത്ത് നിന്ന് ഒട്ടനവധി ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ ശില്പചാതുര്യവും ഒക്കെ കണ്ട് വളരെ ഭംഗിയായി ഇട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ വളരെ ആത്മസംതൃപ്തിയോട് പോകുന്നൊരു കാഴ്ചയാണ് കുറേ നാളുകളായി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് തടി കൊണ്ട് മാത്രം ഏകദേശം 1 കോടി രൂപയും മുകളിൽ ചെലവഴിച്ചുകൊണ്ട് എല്ലാ ദേവിയുമായി ബന്ധപ്പെട്ടും മറ്റ് മഹാഭാരതവുമായി ബന്ധപ്പെട്ടും അതുപോലെ രാമായണവുമായി ബന്ധപ്പെട്ടും എല്ലാ കഥാപാത്രങ്ങളെയും അടിയിൽ കൊത്തുപണി കൈകൊണ്ടുള്ള കൊത്തുപണിയിൽ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരുപക്ഷെ ലോകത്തിൽ ഇങ്ങനൊരു മൂലക്ഷേത്രം നിർമ്മിച്ചുണ്ടാവാൻ സാധ്യതയില്ല. അത്രയും ഒരു ഭംഗിയായിട്ടാണ് നമ്മുടെ മൂലക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്.